നല്ല സിനിമ. അടിപൊളി അടിപൊളി. ഫാമിലി പടം പറഞ്ഞിട്ട് സീരിയലിൽ എടുത്ത് വെച്ചിരിക്കണം. അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുകൊണ്ടെങ്കിൽ ഒരു ചിരി ഉണ്ടാവും നമ്മുടെ ഫേസിൽ എപ്പോഴും. മമിതയുടെ നമുക്ക് ഈ പടം കഴിഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല പടം. ഗുഡ് മൂവി. ഗുഡ്. സൂര്യ ഈസ് ബാക്ക്. നോക്കിയിട്ട് പറയാം. സൂപ്പർ പടം, നല്ല കോമ്പോ. ഫാമിലി ഡയറക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. ആൻഗൂർ നല്ല അടിപൊളി. എസ്പെഷ്യലി ഫാമിലി ഫുള്ളും ഇമോഷൻ എല്ലാം ഉണ്ട്. തമിഴിൽ മമത കയറി. മമതയ്ക്ക് നല്ല ഇതുണ്ട്. ഫീൽ ഗുഡ്, നല്ല ഫീൽ ഗുഡ് പടം. കൊള്ളാം. ആ ഫാമിലിയാണ്. സൂപ്പർ. കൊള്ളാം, നല്ല നല്ല ഫാമിലി. 3 മണിക്കൂർ ലാഗൊന്നുമില്ല പടത്തിന്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. എല്ലാവരും പൊളിയാണ്. മമിതയൊക്കെ പറയേണ്ട കാര്യമില്ല. ഫുള്ള് പടം കൊണ്ടുപോയിരിക്കുന്ന മമിതയാണ്. പിന്നെ സൂര്യ പറയണ്ടല്ലോ, കിടിലനായിട്ടുണ്ട്. അടിപൊളി. അവർ അടിപൊളിയാണല്ലോ. വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പെർഫോമൻസ് ആണ്. അത് നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ക്യാരക്ടേഴ്സ് എല്ലാം, കാസ്റ്റിങ്, അതുപോലെ തന്നെ പടത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം നല്ല രീതിയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ രീതിയിലാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ പടം അടിപൊളിയാണ്. 3 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ലാഗൊന്നുമില്ല. പടം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലിയായിട്ട് എൻ്റർടൈൻമെൻറ്റിനായിട്ട് അടിപൊളി ഒരു പടം. അവരുടെ പോകുമ്പോൾ അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. കണ്ടു നോക്കി എല്ലാവരും പടം കാണുക. അതുപോലെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. മമിതയുടെ ഹൈലൈറ്റ് അതാ പറഞ്ഞത്. മമിതയാണ് പടം ടോട്ടലായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് തൊട്ട് ലാസ്റ്റ് വരെ മമിതയാണ് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ സൂര്യൻ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ അങ്ങനെയില്ല, ക്ലാഷിൻ്റെ അല്ല. പക്ഷേ സൂര്യ എന്ന് പറയുമ്പം അതൊരു ചില സീൻസൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഇമോഷണലി കണക്ട് ആകുന്ന സീന്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ടോട്ടലി വർത്ത. അടിപൊളി. പടം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. നമ്മൾ പെർഫോമൻസ് എല്ലാവരുടെ അടിപൊളിയായിരുന്നു. അതായത് ഇമോഷൻസും അതേപോലെ തന്നെ കോമഡി എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കോംബോ എത്ര വർക്കൗട്ട് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് മമിത അത്ര ഏജുള്ളൂ, സൂര്യ 40+. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെയായിരിക്കും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് സ്ക്രീനിൽ. ഇപ്പോൾ സൂര്യ കുറച്ച് നാളായി ഇങ്ങനെ ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആ ഒരു വീണ്ടും വന്നപ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ, നല്ല രസമുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സിലിനൊരു കാതിലൊക്കെ കണ്ടിരുന്ന ആ ഒരു അതേപോലത്തെ അല്ല, സ്റ്റോറി അങ്ങനെ നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു മോഡിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും അല്ല, സത്യമായ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നില്ല മൂവിനെ പറ്റി. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളി നൈസായിരുന്നു. കാരണം നമ്മൾ നെഗറ്റീവ് റിവ്യൂസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സൂര്യയുടെ ഫിലിമിന്. കാരണം ഫസ്റ്റ് കഴിയുമ്പോൾ തന്നെ നല്ല മൂവിയാണെങ്കിലും നെഗറ്റീവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നത്. കാരണം നമ്മൾ നെഗറ്റീവ് കേൾക്കുന്നതിന് മുമ്പായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നെഗറ്റീവ് പറയേണ്ട ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാം നൈസായിരുന്നു, അടിപൊളിയാണ്. ഫാമിലി എൻ്റർടൈനറാണ്. ഫീൽ ഗുഡ്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ടാണ്. മാക്സിമം ഫാമിലി കിഡ്സ് എല്ലാവർക്കും ഇഷ്ടവും. മാക്സിമം എല്ലാവരും തിയേറ്റർ തന്നെയാണ്. സൂര്യ നമ്മൾ വിചാരിച്ചത് നല്ല ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി മമിത സൂര്യ കോമ്പോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഫാമിലി തന്നെ. ഇപ്പം ലക്കി ഭാസ്കറിന് ശേഷം ഡയറക്റ്റ് ചെയ്ത പടമാണ്. വെങ്കിയാറ്റൂരിയാണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് തോന്നുന്നത്. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാമിലി പരിപാടി എല്ലാം മാക്സിമം എല്ലാവരും തിയേറ്റർ വരും.